കോഴിക്കോട് പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ വ്യാപക പരാതികൾ ഉയരുന്നതിനിടെ 3 കോൺഗ്രസ് പ്രവർത്തകരെ കൂടി കസ്റ്റഡിയിലെടുത്തു പോലീസ്. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അടക്കം 3 പേരെയാണ് ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. അതിനിടെ വടകര റൂറൽ എസ്പിയുടെ നിർദ്ദേശപ്രകാരം ഗ്രനേഡ് എറിയാൻ പോലീസുകാർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വിനോദ് കല്ലൂർ, മണി, പൈതോത്ത് മുസ്തഫ എന്നിവരെയാണ് ഒടുവിൽ പേരാമ്പ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ 5 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. സംഭവത്തിൽ പോലീസിനെതിരെ വിമർശനം തുടരുകയാണ്. ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യം. ഇതുണ്ടായില്ലെങ്കിൽ റൂറൽ എസ്പിയുടെ വീടിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. അതേസമയം സംഘർഷമുണ്ടാകുമ്പോൾ പരുക്ക് സ്വാഭാവികമെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. സംഘർഷത്തിലേക്ക് പോകുമ്പോൾ സംഘർഷത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതാദ്യമായിട്ട് നടക്കുന്നതാണോ കേരളത്തിലെ സംഘർഷം? ബോംബും അതുപോലെ തന്നെ സ്ഫോടന വസ്തുക്കളും എല്ലാം കൂടി കൊണ്ടുപോയിട്ട് പോലീസിന് നേരെ കടന്നാക്രമിക്കുന്ന സന്ദർഭം വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെയാണ് ഉണ്ടാകുക ഇപ്പം നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. പേരാമ്പ്രയിൽ ലീഗിനെ ഏൽപ്പിച്ച് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചെന്ന് EP ജയരാജനും പ്രതികരിച്ചു. ഒരു കലാപമുണ്ടാക്കാനുള്ള ആസൂത്രിതമായ പരിപാടിയാണ് അവിടെ കോൺഗ്രസ് ആലോചിച്ചത്. കോൺഗ്രസ് ആലോചിച്ചതിൻ്റെ മറ്റൊരു ഭാഗം, കാരണം അവർ ഈ കുഴപ്പമുണ്ടാക്കുക, ഒരു കോൺഗ്രസ് അങ്ങ് പിന്നോട്ട് മാറി മുസ്ലിം ലീഗിൻ്റെ കൈവശം ഏൽപ്പിച്ചു കൊടുക്കുക, അത് പിന്നെ ഒരു കലാപമാക്കി മാറ്റാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടന്നത്. പേരാമ്പ്രയിൽ സംഘർഷത്തിനിടെ പോലീസിനെ ആക്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.